വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിനു മുൻപ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെത്തുകയും ശ്രീപാദപാറയിൽ ധ്യാനമിരിക്കുകയും ചെയ്തത് ചരിത്രം. 1970 ഭാരതം മറ്റൊരു ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ചു. സാഗര സംഗമത്തിൽ തലയുയർത്തി നിൽക്കുന്ന പാറയ്ക്ക് മുകളിൽ സ്വാമിജിയുടെ സ്മരണാർത്ഥം വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. RSS പ്രചാരകനായിരുന്ന ഏകനാഥ റാനഡയുടെ നേതൃത്വത്തിൽ ആ ചരിത്ര നിയോഗത്തിന്റെ പതാകവാഹകരായാണ് കടലിന്റെ മക്കൾ കന്യാകുമാരിയിലെത്തിയത്. ബേപ്പൂർ, കൊയിലാണ്ടി, പയ്യോളി, വടകര എന്നീ തീരമേഖലകളിൽ നിന്നുള്ള സ്വയംസേവകരായിരുന്നു ഇവരെന്ന് ആ ദൗത്യത്തിൽ പങ്കെടുത്ത പയ്യോളിക്കാരൻ കെ ഗോവിന്ദൻ ഓർമ്മിക്കുന്നു. കന്യാകുമാരിയിലെ അവിടെ വിവേകാനന്ദ പാറയിലെ കുരിശ് വെച്ചിട്ടുണ്ടല്ലോ, ആ കുരിശ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അതിന് കടലിൽ നീന്തിയിട്ട് പോകണം, പാറയിലേക്ക് നീന്തി പോകണം. അതിന് കടൽ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ബേപ്പൂര്, കോഴിക്കോട്, വെള്ളയിൽ, കൊയിലാണ്ടി, പയ്യോളി എന്നുള്ള ആൾക്കാരാണ് നിശ്ചയിച്ചത്. അതാത് ഭാഗത്തും ഓരോരോ ആൾക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പയ്യോളിയിൽ നിശ്ചയിച്ചത് തന്നെയാണ്. ഞാൻ സംഘത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെ നിശ്ചയിച്ചിട്ട് ഞാൻ അയക്കും. അങ്ങനെ ഒരു രാത്രി 12 മണിക്ക് നമ്മുടെ ഒരു 3 സ്വയംസേവകർ, ബാലൻ, ലക്ഷ്മണൻ, വേറൊരു കൊച്ചു ബാലൻ, ഇങ്ങനെ 3 ആളുണ്ട്. അവർ നല്ലോണം നീന്തുന്നവരാണ് കടലിൽ. അവരെ നിശ്ചയിച്ച് അവരാദ്യം തന്നെ പോയി ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള ഉപകരണമൊക്കെ നമ്മൾ എല്ലാം ശരിയാക്കി. അങ്ങനെ അവർ നീന്തി 12 മണിക്ക് രാത്രി. സംഘടനാ പ്രവർത്തനം ശൈശവദശയിലായിരുന്ന കന്യാകുമാരിയിൽ ഇവർക്ക് ഏറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആർത്തിരമ്പുന്ന തിരമാലകളെ വകവയ്ക്കാതെ പാറയിലെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. നമ്മുടെ സംഘത്തിനും സമാജത്തിനും വേണ്ടിയിട്ട് നമ്മൾ സംഘം പറയണം എന്നിടത്ത് പോകുന്നത്. ചിലപ്പോൾ മരിച്ചുപോയെന്ന് പറയും, മരിച്ചുപോയെന്ന് വരും, ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിയാണ്ടായിപ്പോൾ. അങ്ങനെ ത്യാഗം ചെയ്യാനുള്ളവർ ആരെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ കൈപൊക്കാൻ പറഞ്ഞു. കൈപൊക്കിയപ്പം ആദ്യമൊക്കെ 12 പേരൊക്കെ പൊക്കി സംഘത്തിന് വേണ്ടി ഇത് ചെയ്യാൻ തയ്യാറാണ്. അത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോയ സ്ഥലത്ത്, അത് ഭാഷ അറിയാത്ത സ്ഥലമായിരിക്കും. അങ്ങനെ കുറഞ്ഞു പറഞ്ഞാൽ പിന്നെ 2 3 ആളെ അവസാനം. അങ്ങനെയാണ് പിന്നെ അവസാനത്തെ വെച്ചിട്ട് ഞാനൊക്കെ പോകുന്നത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന വാസുദേവൻ ദിവസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത്. അവസാന കാലം വരെ സംഘപാതയിൽ അടിയുറച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് ഇവർ അനുസ്മരിക്കുന്നു. കൊയിലാണ്ടിയിലെ KV നാരായണനും VK നാരായണനുമെല്ലാം അന്നത്തെ ഓർമ്മകൾ ഇന്നും ആവേശത്തോടെ ഓർത്തെടുക്കുകയാണ്. അവർ വെച്ച ആ ഇരുമ്പിൻ്റെ ക്രോസ് ഉണ്ട്, കന്യാകുമാരിയാക്കാൻ വേണ്ടി വെച്ചതാണത്. അത് അടിച്ച് തച്ചുടച്ചു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേന്ന് കാലത്ത് പള്ളിയിൽ കൂട്ടം മണിയടിച്ചപ്പം പിന്നെ അവരെ സമ്പ്രദായത്തിലുള്ള 1 ലക്ഷം ബിസിനസ് ബീച്ച് കൂട്ടിയിട്ട് വന്നു. അന്ന് ഞങ്ങളെല്ലാവരും ചാവേണ്ടതാണ്. അന്ന് വസ്തുത ഞങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും. പിന്നെ എന്താണെന്നറിയില്ല, ആ ദൈവത്തിൻ്റെ കളിയിൽ അവർ തിരിഞ്ഞോടി. കടലിലാണല്ലോ സാധനം ഉള്ളത്. അതന്ന് മുഖ്യമന്ത്രി ഭക്തവത്സരമാണ്. ഇവിടെ EMS ഇതാ ഒരു ഉറുപ്പ്യ തന്നില്ല വിവേകാനന്ദ സ്മാരക പണിക്ക്. ജനങ്ങളെ സഹായിച്ചു എല്ലാവരും. 1 ഉറുപ്പ്യം തന്നില്ല കേരള ഗവൺമെൻറ് EMS. അങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചതും ഭക്തവത്സലവും അവരുടെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ പോണതും. ഞങ്ങൾക്ക് എപ്പോഴും മരണം സംഭവിക്കാം. ആ രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് വന്നത്. 4 അണൻ്റെ കട്ടിച്ചോറ് ക്ഷേത്രത്തിലെ അത് വാങ്ങി കഴിച്ചാൽ ഞങ്ങൾ ജീവിച്ചത്. എത്രയോ കൊല്ലം. വിവേകാനന്ദ പാറ കയ്യേറാനെത്തിയവരോടും ആർത്തിരമ്പുന്ന കടലിനോടും ഈ സ്വയംസേവകർ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിനൊടുവിൽ ഉയർന്നു വന്ന ഭവ്യ സ്മാരകം അന്നത്തെ രാഷ്ട്രപതി VV ഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ന് കന്യാകുമാരി ശ്രീപാദപാറയിൽ ഉയർന്നു നിൽക്കുന്ന വിശ്വവിജയിയായ വിവേകാനന്ദ സ്മാരകത്തിന്റെ അടിസ്ഥാന ശിലകളായിരുന്നു ഇവർ. സംഘമേൽപ്പിച്ച ദൗത്യത്തിന് ശേഷം തിരിച്ചെത്തി ഇവർ വീണ്ടും രാഷ്ട്രസേവനത്തിൽ മുഴുകി. പ്രായത്തിന് പോലും തളർത്താൻ കഴിയാത്ത ആത്മവീര്യത്തോടെ സംഘപാതയിൽ ഉറച്ച്